ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് 2024 അവസാനത്തെ ദിവസങ്ങൾ. 3 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ 2024 പിന്നെ ഒരു ഓർമ്മയായി മാറും. ഇന്ന് 29-ാം തീയതി ഞായറാഴ്ചയാണ്. ഡിസംബർ 25-ാം തീയതി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച തിരുക്കുടുംബത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ആചരിക്കുന്നത്. ഈശോയും മാതാവും ഔസേപ്പിതാവും അടങ്ങുന്ന തിരുക്കുടുംബം. ഓരോ കുടുംബങ്ങളും തിരുക്കുടുംബമായി മാറുക അവിടെ ഈശോ ഉണ്ടാകുമ്പോഴാണ്. എത്ര മക്കളുണ്ടെങ്കിലും എത്ര കുറവ് മക്കളാണെങ്കിലും അവിടെ ഈശോ ഇല്ലെങ്കിൽ അത് സാധാരണ കുടുംബമാകും. 2024 കടന്നു പോവുകയാണ്. ഒരു പിടി സന്തോഷിപ്പിക്കുന്ന ഓർമ്മകളും ചിലപ്പോൾ ഒരു പിടി കൈപ്പേറിയ ഓർമ്മകളും തന്നുകൊണ്ടായിരിക്കും ഈ 2024 കടന്നു പോകുന്നത്. ചിലർക്ക് സന്തോഷത്തിൻ്റെ ഓർമ്മകളായിരിക്കും കൂടുതൽ, ചിലർക്കോ വേദനയുടെ മാത്രം അനുഭവങ്ങളുമായിരിക്കും. സന്തോഷമായാലും ദുഃഖമായാലും രണ്ടും ദൈവത്തിൽ നിന്നാണ് വന്നത് എന്ന് ഓർക്കാൻ കഴിഞ്ഞാൽ 2024 വളരെ സംതൃപ്തമാണ് എന്ന് നമുക്ക് പറയാം. ദുഃഖമായാലും സന്തോഷമായാലും അത് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മനോഭാവമുണ്ടെങ്കിൽ എല്ലാം ഫലമുള്ള അനുഭവങ്ങളായിട്ട് മാറും. 3 ദിവസം കഴിഞ്ഞാൽ ഇനി പുതിയ വർഷത്തിൻ്റെ പിറവി ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും. ഡിസംബർ 31-ാം തീയതി രാത്രി തന്നെയാണ് ഇത് തുടങ്ങുക. കോലം കത്തിക്കുന്നവരുണ്ട്. അതുപോലെ ക്രിസ്ത്യാനികളെല്ലാം ആ സമയം പള്ളിയിലായിരിക്കും. പഴയതിനെ എല്ലാം ഈശോയുടെ കയ്യിൽ കൊടുത്ത് പുതിയത് ഈശോയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കാനും, പഴയതിലെ ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി തിരുത്തി ഏറ്റക്കുറച്ചിലുകളില്ലാത്ത ഒരു നല്ല ജീവിതം തുടങ്ങാനും ദൈവത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും 2004 തന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറയാനും 2025 കാൽവയ്പ് നടത്താൻ അനുഗ്രഹം തന്നതിനും ഇനിയുള്ള ദിവസങ്ങളും നിമിഷങ്ങളും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് എന്തുമാത്രമുണ്ട്, അത്രയും നാൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാനുമായിട്ട് അനുഗ്രഹം തരണമേ എന്നാണ് നമ്മുടെ ഈ രാത്രി പ്രാർത്ഥനയുടെയൊക്കെ ഉദ്ദേശം. ഒരു പുതിയ കാൽവയ്പ്, ഒരു പുതിയ തുടക്കം, പുതിയൊരു വർഷം. ഈ 2024 ഓരോരുത്തർക്കും തിരിഞ്ഞു നോക്കുമ്പോൾ കുറേയേറെ അനുഭവങ്ങളുണ്ടാകും. എന്നെപ്പോലുള്ളവരുടെ ജീവിതത്തിലാണെങ്കിൽ ഇത് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഈ കഴിഞ്ഞു പോയ 2024 ഒരു വർഷം പിന്നിടുകയാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ നല്ലൊരു അവയവം മാറ്റം ചെയ്തിട്ട് ജീവിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടാകുമെന്ന്. ആ അനുഭവത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സഹനം തന്നെയാണ്. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുകയായിരുന്നു. ഈ 2023 ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഓരോ അനുഭവങ്ങളെക്കുറിച്ച് വീഡിയോയും ഓഡിയോയും ഒക്കെ ഇടുമ്പോഴും ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അതുപോലെ ഓപ്പറേഷന് പോകുമ്പോൾ ഇവിടെ നിന്ന് തന്നെ പോകും എന്നുറപ്പായിട്ടാണ് എല്ലാ അന്ത്യകുദാശകളൊക്കെ സ്വീകരിച്ച് പോയത്. അതും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല തിരിച്ചു വരുമെന്ന്. തിരിച്ചു വന്നപ്പോൾ അത്ഭുതമായിരുന്നു. ദൈവമേ, ഞാൻ വീണ്ടും ഈ ലോകത്തേക്ക് തന്നെ വന്നോ എന്നാണ് ഞാൻ എൻ്റെ ഡോക്ടറോട് ചോദിച്ചത് പോലും. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ കാര്യങ്ങൾ. നമ്മളൊന്ന് വിചാരിക്കും, തമ്പുരാൻ്റെ പദ്ധതികൾ മറ്റൊന്നാണ്. ഇന്ന് നമ്മൾ പുതിയ വർഷത്തിന് വേണ്ടി
ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നല്ലത് ചിന്തിക്കണം, നല്ലത് പറയണം. നമ്മൾ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാകും, ഈ പുതുവർഷത്തിൽ എങ്ങനെ ജീവിതം കൊണ്ടുപോകണമെന്നൊക്കെ. ഈ ടൈം ടേബിളൊക്കെ കുറച്ച് നാളൊക്കെ നോക്കും, അത് കഴിയുമ്പോൾ കാണാം അത് പൊടി പിടിച്ചിരിക്കുന്നുണ്ടാകും. നമ്മൾ പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്മ തന്നെയായിട്ട് ജീവിക്കും. അതിനൊരു ചെറിയ മാറ്റമെങ്കിലും വരണമെങ്കിൽ എനിക്ക് കിട്ടിയ പോലെ എന്തെങ്കിലുമൊക്കെ ആക്സിഡൻ്റലി വല്ലതും സംഭവിക്കണം. അപ്പോൾ ഉണ്ടാകുന്ന തിരുത്തലുണ്ടല്ലോ, അത് കുറച്ചും കൂടി ആഴത്തിലായിരിക്കും പിന്നെ തിരുത്തുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്നാണ് ഇനി അങ്ങോട്ട് പോവുക എന്ന് അറിയില്ല, പക്ഷെ അത് അടുത്തുണ്ട് എന്നൊരു തോന്നൽ. ആ തോന്നൽ വളരെ നല്ലതാണ് കേട്ടോ. നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കാനുണ്ടല്ലോ, എല്ലാം ഉപേക്ഷിക്കാൻ, അതിന് തയ്യാറെടുക്കാൻ. ഇങ്ങനത്തെ ഒരു ആക്സിഡൻ്റലി ഉള്ള ഇൻസിഡൻസുകളൊക്കെ നല്ലതാണ്. കാരണം ആ ശുദ്ധീകരണവും ആ തിരുത്തലും കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. സത്യമാണ്, എളുപ്പമാണ്. ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ടുപോകാനുള്ള സമയം ദാ അടുത്തെത്തി എന്നൊരു തോന്നലുണ്ടെങ്കിലുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. പക്ഷെ ഭയങ്കര ആരോഗ്യവാന്മാരും ആരോഗ്യവതികളാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരായിട്ട് തോന്നും. ഞാൻ പലരോടും പറയും, ദാ അടുത്തുണ്ട് കേട്ടോ, എപ്പോഴാണ് പോകാമെന്നറിയില്ല. അപ്പോൾ പലരും പറയും, ചേച്ചി ഒന്നും മിണ്ടാതിരുന്നേ, പിന്നെ ഇങ്ങനെ ചിന്തിച്ചാലേ. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത് എതിർത്ത് പറയാറില്ല. അവർ പറയും, ശരിയാ, എപ്പോൾ ആ സമയം വരും എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അടുത്ത് തന്നെ. പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അപ്പച്ചൻ മരിച്ചത്. പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും വിചാരിച്ച്. വായനയിൽ ശല്യം ചെയ്യണ്ടെന്ന് അമ്മ മോനോട് പറഞ്ഞു. അപ്പം മോനും വിളിച്ചില്ല. പിന്നെ ആരും ശ്രദ്ധിച്ചില്ല. പിന്നെ കുറേ കഴിഞ്ഞ് പാതിരാവായപ്പോഴാണ് എല്ലാവരും പറഞ്ഞത്, അപ്പച്ചൻ്റെ പേപ്പർ വായന കഴിഞ്ഞില്ലേ, നോക്കുമ്പോൾ ആൾ മരിച്ചിരുന്നു. ഇത്രയേ ഉള്ളൂ ജീവിതം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വന്നു കഴിഞ്ഞാൽ ഈ പുതുവർഷം ഉണ്ടല്ലോ, പിന്നെ അതിമനോഹരമായിരിക്കും പുതുവർഷം. എന്നെപ്പോലുള്ളവർക്കൊക്കെ ഈ വർഷം ഞാൻ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതിന് കർത്താവിന് എന്തുമാത്രം നന്ദിയാണ് പറയേണ്ടത്. സത്യം പറഞ്ഞാൽ നന്ദി പറയണ്ട, കാരണം ഈ ഒരു വർഷം ഞാൻ ഈ ലോകത്ത് ജീവിച്ചത് വലിയ സഹനത്തിൽ കൂടെയാണ്. ഇനിയും ഓർക്കുമ്പോൾ പേടിയാണ്. ദൈവമേ, എത്ര നാളുണ്ട് അത് ഇതുപോലെ ജീവിക്കണ്ടേ. അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല. ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ പാടെ മാറി. കാരണം ഭക്ഷണം സ്വീകരിക്കുന്ന അവയവം ഇല്ലല്ലോ. അപ്പോൾ എന്ത് കഴിക്കും, എങ്ങനെ കഴിക്കും, എപ്പോൾ പ്രശ്നം ഉണ്ടാകും, എപ്പോൾ ഇത് പതറിപ്പോകും, ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നൊരവസ്ഥ. എന്നിട്ടും അതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് ദൈവകൃപ എന്ന് തന്നെ പറയാം. ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ പോകുന്നത്, ഈ 3 ദിവസവും നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, പുതുവർഷത്തെക്കുറിച്ച് തന്നെയല്ലേ എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കാം എന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ ആദിയും അന്തവുമാണെന്ന്. ഈ ആദിയും അന്തവും, അതായത് തുടക്കവും അവസാനവും ഈശോയാണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. തുടങ്ങുന്നതും ഈശോയിൽ നിന്ന് അവസാനിപ്പിക്കുന്നതും ഈശോയിൽ. നല്ലതാണ്. നമുക്കിപ്പോൾ ഒരു വർഷം കൂടി നീട്ടിത്തന്നു എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു വർഷം കഴിഞ്ഞു, 2024. ഞാൻ ഓർക്കുകയാണ്, കല്ലറയിലേക്കുള്ള ദൂരം 365 ദിവസം കൂടി കഴിഞ്ഞു കേട്ടോ. അത്രയും നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ദൂരം അടുത്തു, കല്ലറയിലേക്കുള്ള ദൂരം അടുത്തുകൊണ്ടിരിക്കുക. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6-9 വചനങ്ങൾ, അതാണല്ലോ നമ്മൾ ഇന്ന് എപ്പോഴും ഓർക്കുക. മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. പഴമുണ്ടോ നോക്കി, പഴമില്ല. ഭയങ്കര ഇലകളൊക്കെ കണ്ടു, ഭയങ്കര ഇലകളാണ്, എല്ലാവരെയും ആകർഷിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഇലകൾ. പക്ഷേ ഈ ഇലകൾ കണ്ടപ്പോൾ വിചാരിച്ചു പഴം ഉണ്ടാവുന്നു. ഒരു ഫലവും ഇല്ല, ഇല മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫലം കിട്ടാതായപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് പറഞ്ഞു, 3 വർഷമായി ഞാനിത് ഫലമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. മനുഷ്യരെ പറ്റിക്കാൻ കുറേ ഇലകളും കാണിച്ച് നിൽക്കുകയാണിത്, അതുകൊണ്ട് ഇതിനെ വെട്ടിക്കളയി.
അപ്പോൾ പാവം കൃഷിക്കാരൻ പറഞ്ഞു, ഈ വർഷം കൂടി നിൽക്കട്ടെ, ഞാൻ ഒന്നും കൂടി അതിൻ്റെ ചുവടൊന്ന് കിളച്ച് അവനെ ഓർമ്മപ്പെടുത്താം, വളമിടാം, ചിലപ്പോൾ ഫലം നൽകിയാലോ. പാവം മുതലാളി അത് കേട്ടിട്ട് പറഞ്ഞു, ശരി, ഒരു വർഷം കൂടി നോക്കിക്കോ, എന്നിട്ട് പറ്റില്ലെങ്കിൽ അത് വെട്ടി തീയിലിട്. ഈ വെറുതെ ഇങ്ങനെ ഇലകൾ ചൂടി ചൂടി നിന്ന് ഫലമില്ലാതെ എന്താ കാര്യം. ഈ 2025 നമ്മുടെ കൃഷിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, ഒരു വർഷം കൂടി കൊടുക്ക്, നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കുമോ എന്ന്. 30, 60, 100 മേനി വിളവ് നൽകുമോ എന്ന് നോക്കട്ടെ, ഞാനൊന്ന് ഉപദേശിച്ച് നോക്കട്ടെ, ഞാനൊരു വെട്ട് കൊടുക്കട്ടെ, നോക്കാം നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന്. ഞാൻ ഓർക്കാണ് ഇറ്റലിയിലെ മദർ എവിജിനിയ അമ്മയോട് പിതാവായ ദൈവം ദി ഗോഡ് ഫാദർ സ്പീക്സ് ടു അവർ ചിൽഡ്രൻ എന്ന ആ ഒരു വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ദൈവപിതാവ് പറയാണ്, 89 വയസ്സുള്ള ഒരു വൃദ്ധൻ മരിക്കാറായി കിടക്കുക. അപ്പോൾ പിതാവ് ഈ മദറിനോട് പറഞ്ഞത്രേ, എൻ്റെ മോളെ, ഞാൻ ഇത്രയും നാൾ എൻ്റെ ഈ മകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ ദൈവമേ, തെറ്റിപ്പോയി എന്നൊന്ന് പറയുന്നത് കേൾക്കാൻ. 20 വർഷം മുമ്പ് ഒരു വലിയ രോഗം ഞാൻ അവന് വേണ്ടി കൊടുത്ത് കാത്തിരുന്നു. ഒരു പക്ഷേ എൻ്റെ പോലെ വല്ല ആമാശയ ക്യാൻസർ എങ്ങാനാണാവോ, അറിഞ്ഞുകൂടാ. എന്തായാലും 20 വർഷം മുൻപ് കൊടുത്തിട്ട് നേരെയായില്ല. 20 വർഷം പിന്നെയും നീട്ടിക്കൊടുത്തു. ഈ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമുണ്ടല്ലോ, അനന്തമാണ്. അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നാണ് പറയണേ. ദൈവപിതാവിന് മനുഷ്യരോടുള്ള സ്നേഹം ഇന്ന് വരെ ഒരു മനുഷ്യനും പറഞ്ഞു ഫലിപ്പിക്കാനോ പ്രസംഗത്തിൽ കൂടെ പറഞ്ഞ് അത് അനുഭവിപ്പിക്കാനോ പറ്റിയിട്ടില്ല. അത്രമാത്രമാണ് നമ്മളെ സൃഷ്ടിച്ച പിതാവായ ദൈവത്തിന്, സൃഷ്ടാവായ ദൈവത്തിന് ഒരു മനുഷ്യക്കുട്ടിയോടുള്ള സ്നേഹം. അത് എന്തുമാത്രമാണെന്ന് അങ്ങനെയുള്ള ചില വഴികളിലൂടെ കടന്നു പോകുമ്പോഴേ അറിയുള്ളൂ. എന്നിട്ട് നീട്ടിക്കൊടുത്തേക്കാം 20 വർഷം കൂടെ. എന്നിട്ട് പറയാം, എന്നിട്ടും അവൻ എന്നിലേക്ക് വന്നില്ല, ഞാൻ കാത്തിരിക്കുക ഇനിയും അവന് വേണ്ടി. അങ്ങനെ ഇപ്പോഴവൻ 90 വയസ്സിൽ നിൽക്കുകയാണ്. ഞാനിപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം സമയമായി, അവന് പോകേണ്ട സമയമായി. ഈ നിമിഷത്തിലെങ്കിലും അവനൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, എൻ്റെ പിതാവേ, എനിക്ക് തെറ്റിപ്പോയി എന്നൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ അവനെ കൊണ്ടുപോകും, സ്വർഗത്തിലേക്കല്ല, പരിഹാരം വീട്ടണമല്ലോ, എങ്കിലും നിത്യനരകത്തിൽ നിന്ന് രക്ഷപ്പെടുക. അതിനുവേണ്ടി പിതാവ് കാത്തിരിക്കുകയാണെന്നാണ് പറയണേ. പിതാവ് മദറിനോട് പറഞ്ഞു, ഐ എം യുവർ ലവിങ് ഫാദർ, ഐ എം നോട്ട് എ ഫ്രൈറ്റനിങ് വൺ. ഓരോ വർഷവും നമുക്ക് ദൈവം നീട്ടിത്തരുമ്പോൾ നമ്മുടെ ലവിങ് ഫാദർ നമ്മളെ നോക്കിയിരിക്കുക. ഈ വർഷം എൻ്റെ മകളിൽ വല്ല മാറ്റം ഉണ്ടാവുമോ? ഞാൻ കൊടുത്ത കൊട്ട് എങ്ങനെ ശരിയായിട്ടുണ്ടോ? കുറേ അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും തരുന്നുണ്ട്, മാറ്റം വരുത്താൻ തക്ക അനുഭവങ്ങൾ. പക്ഷേ ആ അനുഭവങ്ങളുടെയൊക്കെ വേദനയിൽ നിന്ന് നമ്മൾ കരകയറുമ്പോൾ പിന്നെ സൃഷ്ടാവിനെ നമ്മൾ ഓർക്കുകയേയില്ല. ഈ അനുഭവങ്ങൾ തന്നത് എന്തിനാണെന്ന് പോലും നമ്മൾ മറന്നു പോകും. നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ജീവിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ 2025 നമ്മൾ കാൽ വയ്ക്കുമ്പോൾ നമുക്കൊന്ന് ഓർക്കാം, പിതാവായ ദൈവത്തിൻ്റെ വലിയ കരുണയാണ് സഹോദരങ്ങളെ നമുക്ക് ഇനിയൊരു പുതുപുലരി കാണാനുള്ള യോഗം തന്നത്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് മൂലമോ ഒരു രോഗം മൂലമോ നമ്മളിവിടുന്ന് പോകേണ്ടതായിരുന്നു. അങ്ങനെ എത്ര പേര് പോയി. ദൈവം വീണ്ടും ഈ ലോകത്ത് നിൽക്കാൻ നമ്മെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറേയേറെ ഉദ്ദേശങ്ങളുണ്ട്. ഈശോയുടെ ഉദ്ദേശങ്ങൾ, പിതാവിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്നോ? പിതാവിൻ്റെ സ്നേഹം എത്രയാണെന്ന് മനുഷ്യരെ അറിയിക്കണം. പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനുഷ്യരെ അറിയിക്കുക മാത്രമല്ല, സ്വയം മനസ്സിലാക്കണം. എന്നിട്ട് പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കാൻ എനിക്ക് ഒരു ദിവസം തന്നല്ലോ, ആ ദിവസം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവം അങ്ങനെയാണ്, കുറച്ച് താലന്തൊക്കെ നമുക്ക് തന്നിട്ട്
വെള്ളവും വളവും ഒക്കെ തന്നിട്ട് മത്തായി 25:14 പറയണ പോലെ വീണ്ടും തിരിച്ചു വരും ഈ കൊടുത്ത താലന്തുകളൊക്കെ എന്തു ചെയ്തു എന്നന്വേഷിക്കാൻ. കുഴിച്ചു മൂടരുത് കേട്ടോ. തന്നിട്ടുള്ള താലന്തുകളൊക്കെ ഉപയോഗിക്കണം. നന്മയുടെ ഒരു ചിന്ത, ഒരു പുതിയ ഉൾക്കാഴ്ച എവിടെ നിന്നെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കണം. ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരുന്നെങ്കിൽ ഈ പുതുവർഷത്തിലൊരു തീരുമാനമെടുക്കണം. ശാന്തനാകും ഞാൻ. അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. പെട്ടെന്ന് ദേഷ്യപ്പെടാതിരിക്കാം. ജഡികാസക്തിക്ക് അടിമപ്പെട്ടവനായിരുന്നു നമുക്ക് എവിടെ നിന്നൊക്കെയോ വെള്ളവും വളമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് അതിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് ശ്രമിക്കാം. ഭക്ഷണാസക്തി, ജഡികാസക്തി, സ്ഥാനമാനാസക്തികൾ, ദ്രവ്യാസക്തി ഒന്നും നമ്മളെ അടിമപ്പെടുത്താൻ പാടില്ല. ഏത് നിമിഷം വന്ന് വിളിക്കും. അപ്പോൾ പറയണം, തന്ന താലന്തുകളൊക്കെ ഞാനിങ്ങനെ ഉപയോഗിച്ച് കുറേയൊക്കെ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട് എന്ന്. ചിലപ്പോഴൊക്കെ നമുക്ക് ഫലം കിട്ടിയിട്ടുണ്ടാകില്ല. പക്ഷേ ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞ ഉടമസ്ഥൻ അതിനെ വെട്ടിക്കളയില്ല. കാരണം ഉടമസ്ഥൻ നോക്കും അധ്വാനിച്ചിട്ടുണ്ടോ എന്ന്. അധ്വാനത്തിനാണ് ഫലം നൽകുക. അധ്വാനം എങ്ങനെയുണ്ട്? നമ്മൾ കഠിനമായി ശ്രമിച്ചിട്ടുണ്ടോ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ? എങ്കിൽ യജമാനൻ വന്ന് എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു തരും. അല്ലാതെ ഉടനടി വന്ന് വെട്ടിക്കളയൊന്നുമില്ല. വെട്ടിക്കളയുന്നത് ആരെയാണെന്നോ? ഒന്നും ശ്രമിക്കാതെ ആ പാപച്ചെടിയിൽ തന്നെ പൂണ്ട് കിടക്കുന്നവർ. അതുകൊണ്ട് നമുക്ക് യജമാനൻ കണക്കെടുക്കാൻ വരുമ്പോൾ കണക്ക് കൊടുക്കണ്ടേ? നമുക്ക് 2025 ആദ്യ ദിവസം തന്നെ അധ്വാനിക്കാം സഹോദരങ്ങളെ. നമ്മുടെയൊക്കെ ചില സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ജാഗരൂകമായിരിക്കാനാണ് പറഞ്ഞേക്കണേ മത്തായി 24:42. ഈ കണക്കെടുപ്പിന് എപ്പോഴാണ് വരാമെന്നറിയില്ല. 100 വയസ്സാകുമ്പോഴേ വരുള്ളൂ, അല്ലെങ്കിൽ 10, 65, 70 വയസ്സൊക്കെ ആകുമ്പോഴേ വരുള്ളൂ എന്ന് വിചാരിച്ചിരിക്കേണ്ട. അത് വേണമെങ്കിൽ 7-ാം വയസ്സിലും വരാം, 35-ാം വയസ്സിലും വരാം, എപ്പോൾ വേണമെങ്കിൽ വരാം. അതിന് അങ്ങനെ ഡേറ്റൊന്നുമില്ല. അത് പിതാവിന് മാത്രമേ അറിയുള്ളൂ, ആർക്കും അറിയില്ല അത്. അതുകൊണ്ട് ഇപ്പോൾ വരും എന്ന് വിചാരിച്ച് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഈ ന്യൂ ഇയർ ആഘോഷങ്ങളുണ്ടല്ലോ, ന്യൂ ഇയർ ആഘോഷങ്ങൾ തുടങ്ങിയത് 2000 BC-യിലാണെന്നാണ് പറയുന്നത്. മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം അനുസരിച്ചാണ് ഇത് തുടങ്ങിയത്. ജാനുവസ് എന്ന് പറയുന്ന ഒരു ദേവൻ്റെ ഓർമ്മയാണെന്ന് ഇവർ ഈ ദിവസത്തിൽ ആഘോഷിച്ചിരുന്നത്. ഈ ഡേറ്റിൽ അവർ അതാണ് ആഘോഷിക്കുക, ഈ ജാനുവസ് എന്ന് പറയുന്ന ദേവൻ്റെ ഓർമ്മ. പുതിയൊരു പടി, പുതിയൊരു വാതിൽ, പുതിയൊരു തുടക്കം. പ്രിയ കൂട്ടുകാരെ, ഈ വർഷം നമുക്കൊരു പുതിയ തുടക്കമാകട്ടെ. 7th സെഞ്ച്വറിയിൽ പാഗൻസ് ആൻഡ് നെതർലാൻഡ്സ് ആണ് ഈ ന്യൂ ഇയർ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് തുടങ്ങി വെച്ചത്. അവർ ഗിഫ്റ്റുകൾ കൈമാറുന്നുണ്ടായിരുന്നു. അത് വിശുദ്ധ എലീഷ്യസ് ആണത്രേ അത് പ്രാബല്യത്തിൽ വരുത്തിയത്. പഴയതിനെയൊക്കെ കത്തിച്ച് പുതിയതിനെ പടുത്തുയർത്താനാണ് ഈ വർഷം നമ്മൾ ഉപയോഗിക്കേണ്ടത്. പഴയത് നല്ലതാണെങ്കിൽ അത് തുടർന്നു കൊണ്ടുപോകാം. പഴയത് നമ്മുടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണെങ്കിലോ അത് നമുക്ക് കത്തിച്ച് കളയാം. നമുക്ക് ഇന്നു മുതൽ ചിന്തിക്കാം, എൻ്റെ ഈ 2024 എവിടേക്കാണ് എനിക്ക് പാളിച്ചകൾ പറ്റിയത്, എവിടേക്കാണ് ഞാൻ ചിലതൊക്കെ കത്തിച്ച് കളയേണ്ടതായിട്ടുള്ളത്. അതൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് വലിയ വലിയ പ്രതിജ്ഞകളൊന്നും ചെയ്യണ്ട. പ്രതിജ്ഞ ചെയ്തിട്ട് അത് പാലിക്കാൻ പറ്റാത്തവരാണ് നമ്മളൊക്കെ. ദൈവത്തിന് മുമ്പിൽ യാചനയോടെ നിൽക്കാം. ദൈവമേ, തിരുത്തണമെന്ന ആഗ്രഹമുണ്ട്, നീ എന്നെ അതിന് സഹായിക്കണേ. ദൈവം സഹായിച്ചില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഞാനിപ്പോൾ ഭയങ്കര ചിന്തയിലാണ്. തമ്പുരാനെ, ഈ ഒരു വർഷം ഞാൻ ഈ ലോകത്തുണ്ടായെന്നുള്ള അത്ഭുതം. എന്നിട്ടും ഞാൻ ആ വർഷം ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ടോ? എപ്പോഴൊക്കെ നമുക്ക് അതരങ്ങളിൽ കൂടെ തെറ്റ് വന്നിട്ടുണ്ടാകാം, എപ്പോഴൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം. വലിയ വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ ദേഷ്യപ്പെടലും പിന്നെ മറ്റുള്ളവർ ശരിയായിട്ടുള്ളതൊന്നും ചെയ്യാതെ വരുമ്പോൾ ഇവരെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദ്യങ്ങളുണ്ടായിട്ടുണ്ട്.
ഞാൻ ഓർക്കുകയാണ്, ഇനിയും തിരുത്തേണ്ടിയിരിക്കുന്ന ജീവിതം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമുക്കൊന്നും ആവാൻ സാധിക്കില്ലെങ്കിലും ട്രൈ ചെയ്യാലോ. ഞാനങ്ങനെ ഈ 3 ദിവസം മുമ്പ് ഒരുങ്ങാൻ തുടങ്ങുകയാണ്. ഇനി എന്താണ് എൻ്റെ പഴയ സ്വഭാവങ്ങൾ കത്തിച്ച് കളയാനുള്ളത്? അതിന് എന്നെ സഹായിക്കണമേ എന്നാണ് ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കുന്നത്. ഇന്ന സ്വഭാവങ്ങൾ അതൊക്കെ കത്തിച്ച് കളഞ്ഞ് പുതിയ ഈശോ ആഗ്രഹിക്കുന്ന നല്ല സ്വഭാവങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ ഒരു ഗേറ്റ്, പുതിയ ഒരു ഡോറ്, പുതിയൊരു ബിഗിനിങ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനായിട്ട് നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ മുമ്പിൽ ഒരു 5 മിനിറ്റ് ഇരിക്കാം. ദൈവമേ, ഈ 2024 എനിക്ക് എന്തൊക്കെയാണ് പറ്റിയത്? അത് നിനക്ക് ഇഷ്ടപ്പെടാത്തത് എന്തൊക്കെയായിരുന്നു? ഇനിയിപ്പോൾ 2025 നിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ഞാനൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് ചോദിക്കാം. നല്ല ഒരു വർഷം നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.